ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിൽ കർത്തൃത്വ അഭിമാനം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിപ്പോയാൽ കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയിൽ നമുക്ക് സന്തോഷമുണ്ടാവും, അപ്രാപ്തിയിൽ ദുഃഖമുണ്ടാവും. മറിച്ച് ഈശ്വരാർപ്പിതമായി കർമ്മം ചെയ്താൽ ആ കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയിൽ അപ്രാപ്തിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഞാൻ ചെയ്യുന്ന കർമ്മം ഈശ്വരാർപ്പിതമാണ്. അങ്ങനെ വന്നാൽ മുമ്പ് പറഞ്ഞ കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയിൽ അപ്രാപ്തിയിൽ നമ്മുടെ മനസ്സിന് ഒരു സമനില പാലിക്കാൻ കഴിയും. ഈ സമനിലയ്ക്കാണ് വേദാന്തം യോഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭഗവാൻ തന്നെ പറഞ്ഞു, യോഗ കർമ്മസു കൗശലം, കർമ്മകുശലതയാണ് ഈ യോഗം. ഇതാണ് പതഞ്ജലി തന്നെ പറഞ്ഞത്, യോഗ സമത്വം ഉച്യത്തെ, മനസ്സിൻ്റെ സമഭാവനയാണ് ഈ യോഗം. ഈ രഹസ്യം അറിഞ്ഞ് ജീവിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സമൂഹത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. പരമമായ ശാന്തിയും സമാധാനവും മനുഷ്യനിൽ നിലനിന്നു പോകുമായിരുന്നു. നമസ്തേ.